എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ ദിവസങ്ങളായിട്ട് പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ASUS ZenFone Max Pro M2 ഒരു ക്യാമറ റിവ്യൂ വേണമെന്നുള്ളത്. ഈ ഫോൺ ഏകദേശം 2 ആഴ്ചയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ ഫുൾ റിവ്യൂ ആവശ്യപ്പെട്ടുകൊണ്ടും ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഇതിനുശേഷം ഒരാഴ്ചയൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഇടുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ASUS ZenFone Max Pro M2 എന്ന് പറയുന്ന ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ക്യാമറ റിവ്യൂ നോക്കാം. ഇതിന്റെ പ്രൈമറി ക്യാമറ 12 മെഗാ പിക്സലിന്റെ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു 5 മെഗാ പിക്സലിന്റെ ക്യാമറയും ഉണ്ട്. f1.8 അപ്പർച്ചർ ആണ് ഇതിലുള്ളത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഫോണിന്റെ ക്യാമറയിൽ എനേബിൾ ആണ്. സോണിയുടെ IMX സെൻസർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ടഡ് ആണ്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. f1.20 അപ്പർച്ചർ ആണ് ഇതിൽ ലഭിക്കുന്നത്. ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതാണ്. ഇനി നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചെടുത്ത ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്ത ചില ഫോട്ടോസ് കാണാം. ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് മോഡ് എനേബിൾ അല്ല. തുടർന്നുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പോർട്രേറ്റ് മോഡും M2 നൽകുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ, അതായത് ജനുവരിയിൽ തന്നെ ഇതിന്റെ പൈ അപ്ഡേറ്റ് ലഭിക്കും, ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് ലഭിക്കുമെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ നമുക്കിതിൽ ഫ്രണ്ട് ക്യാമറയിലും പോർട്രേറ്റ് മോഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫ്ലാഷ് ഇട്ടുകൊണ്ടും ഫ്ലാഷ് ഇല്ലാതെയൊക്കെ എടുത്ത ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈറ്റ് ഒട്ടും ഇല്ലാത്ത സമയത്ത് എടുത്ത ഫോട്ടോ ഉണ്ട്, കുറച്ച് ലൈറ്റിംഗിൽ എടുത്ത ഫോട്ടോസ് ഉണ്ട്, ഔട്ട്ഡോറിൽ എടുത്ത ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോസിൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത ഫോട്ടോസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ M2 ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള കളർ പ്രൊഡക്ഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമേജ്, നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചെടുത്ത ചില ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഒട്ടും വെട്ടമില്ലാത്തടത്ത് ഇരുന്നെടുത്ത ഒരു ഫോട്ടോയാണിത്. വിത്തൗട്ട് ഫ്ലാഷിലാണ് ഈ ഫോട്ടോ എടുത്തത്. ഈ ഇമേജ് അതേ സ്ഥലത്ത് തന്നെ അതേ ലൈറ്റിംഗ് കണ്ടീഷനിൽ വിത്ത് ഫ്ലാഷിൽ എടുത്ത ഫോട്ടോയാണ്. ഈ ഇമേജ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്തതാണ്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത ഇമേജ് ആണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റി ഈ ഇമേജിനുണ്ട്. ഇതും അതേപോലെ തന്നെ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത ഇമേജ് ആണ്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുള്ള ഇമേജുകൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് ലഭിക്കുന്നത്. ഈ ഇമേജും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്തതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ്, നല്ല ലൈറ്റ് ഉള്ള സമയത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത ഇമേജ് ആണ്. ഇതിലും നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഔട്ട്ഡോർ എടുക്കുന്ന ഇമേജ് പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നമ്മൾ നല്ല ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നല്ല ഇമേജുകൾ, നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഈ കാണുന്നത് പോർട്രേറ്റ് മോഡിലും അല്ലാതെയും ബാക്ക് ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഇമേജുകളാണ്. പോർട്രേറ്റ് മോഡിൽ ക്ലോസ് ആയിട്ടുള്ള പിക്ചറുകൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പോർട്രേറ്റ് മോഡിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പോർട്രേറ്റ് മോഡല്ല, ഇത് നോർമൽ മോഡിലെടുത്ത ഫോട്ടോസാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും നാച്ചുറൽ ആയിട്ടുള്ള കളർ പ്രൊഡക്ഷൻ ആണ് ഈ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന എല്ലാ ഫോട്ടോസിനും. ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ല, ഓവർ കളറുള്ള ഫോട്ടോസ് ഇല്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ് ആണ് M2 നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ഇമേജുകളിൽ ചെറിയൊരു പ്രശ്നമുള്ളത്, നമ്മൾ കുറച്ച് ദൂരത്ത് നിന്നാണ് പോർട്രേറ്റ് മോഡിൽ ഇമേജ് എടുക്കുന്നതെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ പ്രോപ്പറായിട്ട് ഇതിൽ ലഭിക്കുന്നില്ല. അതായത് ബ്ലെയർ ആകുന്ന ആ ഒരു ഭാഗം പ്രോപ്പറായിട്ട് നമുക്ക് എഡ്ജ് ബ്ലെയർ ആയിട്ട് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാൻ സാധിക്കും. ഇത് കുറച്ച് ലോങ് സൈഡിൽ നിന്ന് എടുത്ത ഒരു ഇമേജ് ആണ്, കുറച്ച് ദൂരത്തിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ എഡ്ജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രോപ്പറായിട്ട് എഡ്ജ് ഇവിടെ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. പലയിടങ്ങളിലും ബ്ലെയർ കൂടിയും കുറഞ്ഞും ഒക്കെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ലോങ് സൈഡിൽ നിന്ന് എടുക്കുന്ന ഇമേജിന് ഈ പ്രോബ്ലം ഉള്ളൂ. കുറച്ച് അടുത്ത് നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഇമേജ് നമുക്ക് M2 ക്യാമറയിൽ നിന്ന് ലഭിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് കുറച്ച് അടുത്ത് നിന്ന് എടുത്ത ഒരു ഇമേജാണ്. ഈ വീഡിയോ ഞാൻ M2 ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ലൈറ്റിംഗ് കണ്ടീഷനിൽ ഔട്ട് സൈഡ് നിന്നെടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ആണ് M2 നമുക്ക് ഔട്ട് സൈഡ് ലൈറ്റിംഗ് കണ്ടീഷനിൽ ലഭിക്കുന്നത്. ASUS ZenFone Max Pro M1 ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്ന ഒരു കാര്യമായിരുന്നു ആ ഫോണിൻ്റെ ക്യാമറ. നല്ല ക്വാളിറ്റിയുള്ളൊരു ക്യാമറ അല്ലായിരുന്നു M1 ASUS നൽകിയിരുന്നത്. എന്നാൽ M1 ചില അപ്ഡേഷനിലൂടെയൊക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയൊക്കെ ക്യാമറ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത്രയ്ക്ക് നല്ല ഒരു ഇമേജ് ക്വാളിറ്റി ഒന്നും M1 നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ആ ഒരു കുറവ് നികത്തിക്കൊണ്ടാണ് ASUS M2 എന്ന് പറയുന്ന ഈ പുതിയ മോഡലിലെ ക്യാമറ നൽകിയിരിക്കുന്നത്. അതായത് ഒരു 14,000-15,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഒരു നല്ല ക്യാമറ ഉള്ള ഒരു
സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് M2 കണക്കാക്കാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിൽ EIS എനേബിൾ ചെയ്തും ഡിസേബിൾ ചെയ്തും എടുത്ത ചില വീഡിയോസ് കാണാം. അതിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ്, അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. EIS M2 ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് EIS ഓഫ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ്. നോർമലായിട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയാണ്. ഞാൻ നോർമലായിട്ട് നടന്നു പോവുകയാണ്, പതുക്കെ നടക്കുകയാണ്. ഇനി ഒന്ന് ഓടി നോക്കാം. ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നോർമലായിട്ടൊരു ഫോൺ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റെക്കോർഡ് ആവുന്നത്. ഇനി നമുക്ക് EIS എനേബിൾ ചെയ്തൊന്ന് നോക്കാം. ഈ വീഡിയോ EIS എനേബിൾ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഞാൻ നോർമലായിട്ട് ഫോൺ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ എത്ര സ്റ്റെബിലൈസ് ആണ് എന്നുള്ളത്. ഞാനൊന്ന് ഓടി നോക്കാം. കുറച്ച് സ്പീഡിലൊന്ന് നടക്കുകയാണ്. ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും വളരെ കൺട്രോൾഡായിട്ട് വീഡിയോ സ്റ്റേബിളായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് EIS ഓഫ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ നല്ലവണ്ണം ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് EIS ഓൺ ചെയ്ത് നോക്കാം. ഇത് EIS ഓൺ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ്. മറ്റേ ആദ്യം കണ്ട വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുക ഏത് രീതിയിലാണ് ഈ വീഡിയോയിൽ മാറ്റം വന്നിരിക്കുന്നതെന്ന്. നല്ല രീതിയിൽ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴും നല്ല രീതിയിൽ സ്റ്റേബിളായിട്ടാണ് വീഡിയോ ലഭിച്ചിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും EIS എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണുകളിലും EIS എനേബിൾ ആയിരിക്കും. പല കമ്പനികളും നല്ല രീതിയിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റേബിലൈസ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ചില ഫോണുകളിൽ EIS എനേബിൾ ആണെങ്കിലും ഒരു ഗുണവുമില്ലാത്ത വീഡിയോസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ASUS ZenFone Max Pro M2 എന്ന് പറയുന്ന ഈ ഫോണിൽ ഞാൻ എടുത്ത EIS എനേബിൾ ചെയ്തുകൊണ്ടെടുത്ത എല്ലാ വീഡിയോസും പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമുക്ക് നൽകിയത്. മൊത്തത്തിൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ASUS ZenFone Max Pro M2ന്റെ ക്യാമറ നല്ല ക്യാമറയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ആവറേജിനും മുകളിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയിലൂടെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ മറ്റ് കമ്പനികളുടെ വില കൂടിയ ഫോണുകളുമായിട്ടൊന്നും ഈ ഫോണിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഇതിന്റെ പ്രൈസ് റേഞ്ച് 17,000 രൂപയാണ് ഇതിന്റെ ടോപ്പ് എൻഡ് മോഡലിന്റെ വില. 13,000 രൂപയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ലഭിക്കുന്ന ഫോണുകളിൽ നല്ല ക്യാമറ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് M2 എന്ന് പറയുന്ന ഈ ഫോൺ. ഈ ഫോണിന്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫോൺ വാങ്ങാൻ പലരും താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ ഫോണിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിന്റെ ക്യാമറയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിൽ എത്തത്തുള്ളൂ. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനായിട്ട് വീഡിയോയുടെ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.